Hi friends, welcome all to my review channel. നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു വെബ് സീരീസ് ആണ്, കേരള ക്രൈം ഫയൽസ്. അഹമ്മദ് കബീർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സീസൺ 1 ആൻഡ് സീസൺ 2. സീസൺ 1 വേഗഡ് കുറെ നാളുകൾക്ക് മുന്നേ റിലീസ് ചെയ്തതാണ്. സീസൺ 2 റീസെന്റ് റിലീസ് ചെയ്തു. ഒരു സെക്സ് വർക്കറിന്റെ ഒരു കഥ, ഒരു മർഡർ കേസ് ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു സീസൺ 1. അപ്പൊ അത് വന്ന് അതിന്റെ ഒരു ക്ലൈമാക്സ് എത്തിയപ്പോൾ എനിക്കൊരു വലിയൊരു വൗ ഒന്നും തോന്നിയൊന്നുമില്ല. പക്ഷേ സീസൺ 2-ലെത്തുമ്പോൾ നമുക്കൊരു വലിയൊരു ട്വിസ്റ്റും ആ ഒരു കേസ് സോൾവ് ചെയ്യണ രീതി തന്നെ വൗ. അതിലൊരു കുറേ ജീവിതങ്ങൾ, മോർ ദാൻ എ ലൈഫ് ക്യാരക്ടേഴ്സ് വന്ന് അതിൽ ഗംഭീര പ്രകടനങ്ങൾ കാണിച്ച് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നു. സീസൺ 1 നമുക്ക് അജു വർഗീസ് ആണ് ലീഡ് റോൾ എങ്കിൽ സീസൺ 2 വന്നപ്പോഴേക്കും അർജുൻ രാധാകൃഷ്ണൻ, നമ്മുടെ കണ്ണൂർ സ്ക്വാഡിലൊക്കെ വില്ലനായിട്ട് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച അർജുൻ രാധാകൃഷ്ണനാണ് ഇതിൽ മെയിൻ ലീഡായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പഴയ ആളുകൾ ഇങ്ങനെ 1-2 ടൈമിൽ വന്നു പോകുന്നതല്ലാണ്ട് ലാലൊഴികെ ബാക്കി മിക്ക ക്യാരക്ടേഴ്സും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പഴയ ക്യാരക്ടേഴ്സൊക്കെ ഈവൻ അജു വർഗീസ് പോലെ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ വന്നു പോകുന്നുണ്ട്. പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസിൽ നിന്നാണ് ഈ പടം തുടങ്ങുന്നത്. ആ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് പോലീസുകാരെ സ്ഥലം മാറ്റത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം അതിൽ ഈ ഒരു CPO അമ്പിളി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന കഥാപാത്രം ഒരു മോർ ദാൻ എ കോൺസ്റ്റബിൾ, ഭയങ്കര പൊളിറ്റിക്സിലും ആ ഒരു നഗരത്തിൻ്റെ പല ഡാർക്ക് ഷെയ്ഡിലും നല്ല രീതിയിലും അല്ലാണ്ടും വളരെയധികം ഹോൾഡുള്ള പവറുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അപ്പം ഇന്ദ്രൻസ് ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ടുക്ക് ഓഫ് ചെയ്യുന്ന രീതി തന്നെ ജസ്റ്റ് ലൈക്ക് എ വൗ. അത് ആ പെർഫോമൻസ് തന്നെ കിടിലോർന്നു. ബാക്കി ക്യാരക്ടേഴ്സിൽ വന്ന് ഹരിശ്രീ അശോകൻ ഒരു ഗംഭീര റോൾ ചെയ്തിട്ടുണ്ട്. ബാക്കി കുറേ സസ്പെൻസ് എലമെന്റ് ഉള്ള ക്യാരക്ടേഴ്സാണ്. സോ അതൊക്കെ പറയാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ കണ്ട് തന്നെ അറിയുക. അതിൻ്റെ ക്യാരക്ടർ പെർഫോമൻസ് വെച്ച് ഹരിശ്രീ അശോകനും നമ്മുടെ ഇന്ദ്രൻസും തമ്മിലൊക്കെ ഉള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത അഭിനയം കൊണ്ട് വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ലാലു ഇതിൽ ഗംഭീരമായിട്ട് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ വൗവായിരുന്നു. ബാക്കി ഇതിന്റെ തിരക്കഥ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തു പറയേണ്ടത് ഇതിന്റെ തിരക്കഥ എന്നാണ്. തിരക്കഥ തന്നെ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ ക്യാരക്ടേഴ്സ് നമ്മളോട് ചേർന്ന് നിൽക്കും, അല്ലെങ്കിൽ ഒരു മോർ ദാൻ എ ലൈഫ് ഉള്ള ഒരു ക്യാരക്ടേഴ്സാണ്. ഓരോ ക്യാരക്ടേഴ്സിന് നമുക്ക് വേണമെങ്കിൽ ഓരോ കഥ പറയുന്ന രീതിയുണ്ട്. സെക്കൻഡ് ഓഫ് ഓൾ ഇതിന്റെ ഡയറക്ഷൻ, മേക്കിംഗ് സ്കില്ല് ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ഒരു സീസൺ 1 നമുക്ക് കുറച്ച് ചെറിയ ചെറിയ എലമെന്റ്, ഫുഡിന്റെ എലമെന്റ്, കഥ പോകുന്ന രീതിക്കുള്ളൊരു എലമെന്റ്, പഴയ കാലത്ത് ഒന്ന് തിരിച്ചു കൊണ്ടുപോക്കുക, അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു അമേസ്മെന്റ് നമുക്ക് തന്നെങ്കിലും ഇതിൽ തരുന്ന അമേസിങ് ഇതിന്റെ ഒരു ടെക്നിക്കൽ വശങ്ങൾ വരെ ഒരു ഇതിന്റെ കഥ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ഉണ്ട്. നമ്മളെ ഡിസീവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു എഡിറ്റിംഗ് പാറ്റേണിൽ പ്രീക്വലായിട്ട് പറയുന്ന ഒരു സ്റ്റോറി ഇന്ന ക്യാരക്ടറിലാണെന്ന് നമ്മൾ വിചാരിച്ച് നോക്കുമ്പോഴേക്കും അതൊരു ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് കൊണ്ടിട്ടാണ് നമുക്ക് ഇത് വേറൊരു സംഭവമാണെന്ന് മനസ്സിലാവും. അപ്പം ആ ഒരു എഡിറ്റിംഗ് പാറ്റേൺ അടക്കം കഥ പറയുന്ന രീതിക്ക് തന്നെ ഇവർ കൊടുത്തേക്കുന്ന ഒരു താങ്ങുണ്ട്. അതൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ ടെക്നിക്കൽ വശങ്ങളോട് കിടക്കുന്നുണ്ട്. ഡയറക്ഷൻ, റൈറ്റിംഗ്, എഡിറ്റിംഗ് സൂപ്പർ, ക്യാമറ, കളറിങ്, എവറിത്തിങ് ജസ്റ്റ് ഡൺ ദിയർ ജോബ് വണ്ടർഫുള്ളി. അങ്ങനെ എല്ലാം കൂടി കൂട്ടി വെച്ചൊരു ഗംഭീര ചേരുവ തന്നെയായിരുന്നു സീസൺ 2. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ട് ആസ്വദിക്കുന്നു തന്നെ ഞാൻ പറയുന്നു. ഇതിലൊരു വലിയ ട്വിസ്റ്റായിട്ട് അങ്ങനെ ഇരുന്ന് പോകുന്നൊന്നും വേണ്ട. എന്നാലും നമ്മൾ അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻഷ്യലായിട്ട് ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ടു എ വെബ് സീരീസ് ആണ് നമുക്ക് തന്നെ തോന്നുന്നു. നമ്മൾ ഈവൻ കുറേ വെബ് സീരീസുകൾ അന്യഭാഷകളിലും അല്ലാണ്ട് നമ്മൾ കണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മലയാളത്തിൽ ഇത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ അതിൽ ഉള്ള പോലത്തെ ഒരു ഫീല് ഈ ഒരു വെബ് സീരീസിന് തരാൻ പറ്റും. അത് തന്നെ ഈ വെബ് സീരീസിൻ്റെ ഒരു വിജയമാണ്. അതിൻ്റെ അപ്പുറം ഇതിൽ പോകുന്ന കുറേ ക്യാരക്ടേഴ്സ്, അതിൻ്റെ ഒരു ഫിസിക്കലി ആൻഡ് ഇമോഷണലി കണക്റ്റഡ് അവർ ബിറ്റ്വീൻ ദം, അവരുടെ കഥകളും ഒക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു പോലീസുകാരൻ്റെ അടുത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കുറേ കഥകളുണ്ടാവും. അങ്ങനെ കുറച്ച് കഥകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റും. കുറേ രീതികളും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ അങ്ങനെ ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്ത് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തൊരു ത്രില്ലർ വെബ് സീരീസ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും വാച്ച് ചെയ്യുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഔട്ട് ഓഫ് മീ ഇറ്റ്സ് ആൻഡ് മോർ ദാൻ എബവ് ആവറേജ്. ഒരു 8 out of 10 കൊടുക്കാവുന്ന ഒരു വെബ് സീരീസ് തന്നെയാണ്. ഓരോ എപ്പിസോഡ് ഇങ്ങനെ കണ്ട് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയി ഒറ്റയിരിക്കൊന്നും കാണാൻ നിൽക്കണ്ട. പക്ഷെ ഒറ്റയിരിക്ക് നമ്മളത് കണ്ടു തീർക്കാൻ അത് പ്രേരിപ്പിക്കും. അടുത്തത് എന്താ എന്നുള്ളൊരു ഫീലിൽ എവറി മൊമെന്റ് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഇവരെ കേസ് ഇൻവെസ്റ്റിഗേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു തിയറിയും അങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒരു ബ്രെഡ് ക്രംസ് ഇട്ടുന്ന പോലെ നമ്മളിങ്ങനെ അതിൻ്റെ പുറകെ പോകും. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ ബിറ്റ്വീൻ ദോസ് ക്യാരക്ടേഴ്സ് ആൻഡ് ഓൾ, അവർക്ക് പറയാനുള്ള കഥകൾ, അതൊക്കെ വൗ. അതൊക്കെ ഹാറ്റ്സ് ഓഫ് ടു ദ സ്ക്രിപ്റ്റ് ആൻഡ് ഓൾ ദ ടെക്നീഷ്യൻ ഹു വർക്ക്ഡ് ഇൻ ദിസ് ഫിലിം ആൻഡ് ആക്ടേഴ്സ് ഓൾസോ. എല്ലാവരും ഒരു ഗംഭീര കയ്യടി ഇറക്കിയിരുന്നു, എസ്പെഷ്യലി ദ ഡയറക്ടർ. So I recommend everyone to watch this web series, and signing off from now, and I will be back with another review. Until then, bye friends.